എല്ലാവരും ഈ വെള്ളി ഇട്ടിട്ട് പോകുന്ന ഇന്ന് നമ്മൾ ഐശ്വര്യ ചേച്ചി അഭിയേട്ടൻ്റെയും കല്യാണമാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്ന്. ഫുൾ വീഡിയോ എന്തായാലും ലാസ്റ്റ് വരെ കാണാം. അങ്ങനെ ഇന്നത്തെ ഒരു കല്യാണ തലേന്ന് ഫുൾ എല്ലാവരും വൈറ്റ് ആയിരുന്നു തീം, വൈറ്റ് ഡ്രസ്സായിരുന്നു എല്ലാവരും ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആ കാണുന്നതാണ് കേട്ടോ കല്യാണത്തിൻ്റെ വീട്, നമ്മൾ ബാക്കിലായിട്ട് കാണുന്ന ആ ഡെക്കറേഷനൊക്കെ ചെയ്ത് അത് തന്നെയാണ്. ഇതാണ് കേട്ടോ അമ്മൂസ് ഓൾ ഹെയർ സ്പായെല്ലാം ചെയ്ത് കാണിച്ചു തരായിരുന്നു. പിന്നെ അതാ ഭയങ്കര ചൂടായിരുന്നു, ജസ്റ്റ് ഇതാ ഒന്ന് ടച്ചപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങിയതേ ഇല്ല, അപ്പൊക്കും ഫുള്ള് വേർത്തൊലിച്ചിട്ടൊക്കെ പോയി. പിന്നെ നമ്മൾ കസിൻസ് എല്ലാവരും മാച്ച് ആക്കിയതുകൊണ്ട് ഒരു ഔട്ട്ഫിറ്റ് ചെക്കൊക്കെ എടുത്തു, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ു മിററിൽ ഇട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ അതാ വലിയവരെല്ലാവരും വന്നിട്ടും നിങ്ങൾ മാത്രം എടുത്താൽ പോരാ നമുക്കും വേണമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമാണ്. അപ്പോൾ അവർക്കും ഫോട്ടോസെല്ലാം എടുത്തു കൊടുത്തിട്ടാ. പിന്നെ നേരെ വിട്ടു. പിന്നെ അപ്പോൾ ഇതാണ് നമ്മളെ കല്യാണ വീട് വരുന്നത്. ഡെക്കറേഷൻ ചെയ്തുകൊണ്ട് വലിയ തിരിയൊന്നും ഉണ്ടാവില്ല, എന്നാലും ഇതാണ് സൈഡത്തെ ആ ഒരു വ്യൂ ഇട്ടാ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ടാകുമ്പോൾ തന്നെ സൈഡിലായിട്ട് ചേച്ചീനെ കണ്ടു സ്റ്റേജിൽ. നല്ല രസമുണ്ടായിരുന്നു, ഡ്രസ്സും ആ ഒരു മേക്കപ്പ് ഇതൊക്കെ അടിപൊളിയായിരുന്നു. ചേച്ചിക്ക് ആ ഡ്രസ്സിൻ്റെ കളർ നല്ലോണം ചേരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ശ്രീകുട്ടിയുടെ ഒരു ക്യാൻഡിഡ് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഇതാണ് നമ്മളെ ഹോള് വരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് പോയിട്ടാണ്. റൂമിലേക്ക് പോയിട്ടാകുമ്പോൾ പിന്നെ അവിടെ സൈഡിലൊരു മിറർ കണ്ട്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒരു വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ നമ്മൾ സെൽഫി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്ത് അതാണെല്ലാം. അങ്ങനെ പിന്നെ താഴെ മാത്രം നിന്ന് കറങ്ങിയാൽ പോരല്ലോ, മുകളിലും പോകണമല്ലോ വിചാരിച്ചിട്ട് ചേച്ചിയുടെ റൂമൊക്കെ കാണാനായിട്ട് നമ്മൾ നേരെ മുകളിലേക്ക് പോയി. അങ്ങനെ ചേച്ചീൻ്റെ റൂമെല്ലാം കണ്ടു, പിന്നെ ബാൽക്കണിയിലും പോയി. അങ്ങനെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടാട്ടോ. പിന്നെ അപ്പോൾ മുകളിലൊക്കെ നല്ല രസമുണ്ടായിന്. പിന്നെ നമ്മളെ മുകളിൽ നിന്ന് താഴേക്കുള്ളൊരു വ്യൂ ഇതാണ്. ആ ഒരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഓവറോൾ ലുക്ക് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വീഡിയോയിൽ കാണുന്നതിനേക്കാൾ നേരിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഈ ഒരു ഹോളിൽ ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രെയിം വർക്ക്സ് എനിക്ക് നല്ലോണം ഇഷ്ടമായിന്, നല്ല രസമുണ്ടായിന് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുമ്പോൾ ഇതാണ് എടുത്തൊരു പടിഞ്ഞാറ്റ്, നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു, കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് തോന്നി ബാക്കിയുള്ളടുത്ത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് വ്യൂ. അതും കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോ സെക്ഷൻ ആയിരുന്നു. ഫോട്ടോ സെക്ഷൻ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, അതുകൊണ്ട് നമ്മൾ തിരക്കൊഴിയിട്ട് വെച്ച് നിന്നതായിരുന്നു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഇതാ നമ്മളെ വെൽക്കം ബോർഡൊക്കെ. പിന്നെ നമ്മളെ കല്യാണ ചെക്കൻ വരാനായി അഭിയേട്ടൻ. അപ്പോൾ നമ്മളെ കുട്ടിപ്പട്ടാളെല്ലാം ഇതോടെ റോസും പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട് വെൽക്കം ചെയ്യാനായിട്ട്. അങ്ങനെ അവരെത്തിയിട്ട് അപ്പോൾ ക്യാമറമാൻ എല്ലാവരും നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് കാണാനായിട്ട്. അങ്ങനെ നമ്മൾ പിള്ളേരെല്ലാം നല്ല അറേഞ്ച് ചെയ്തൊക്കെ നിർത്തിച്ചു. പിന്നെ അവരെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ടായി. കൂട്ടത്തിൽ ശ്രീകുട്ടിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ വീഡിയോസിൽ ഓളില്ലാതുകൊണ്ട് ഓളെ ഞാൻ ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ സൂം ചെയ്ത് എടുക്കുന്നതേ ഉള്ളൂ, ഇല്ലെങ്കിൽ പിന്നെ പറയും ഞാനില്ലല്ലോ വ്ളോഗിൽ നിന്ന്. അപ്പോൾ അത് ആ ഒരു സമയം ഒക്കെ നമ്മളെ ചെക്കൻ എത്തിയിട്ടുണ്ട്, കല്യാണ ചെക്കൻ. അപ്പോൾ നല്ല രസമുണ്ടായി. ഏട്ടനെ നേരിട്ടാണ് ചേച്ചീനെ പോലെ തന്നെ ഡ്രസ്സ് മാച്ചൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ അവർ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവരെ നമ്മൾ എല്ലാവരും വെൽക്കം ചെയ്തു. ആദ്യം ചേച്ചീൻ്റെ ഏട്ടൻ വെൽക്കം ചെയ്തു, എന്നിട്ട് നമ്മൾ ഈ കുട്ടിപ്പട്ടാളെല്ലാം റോസ് ഏട്ടന് കൊടുത്തു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് കുറേ ഉണ്ടായിരുന്നു, കുറേ ആൾ നിന്നതുകൊണ്ട്. അപ്പോൾ അതെല്ലാം വാങ്ങുമ്പോൾ തന്നെ ഒരു 10-15 മിനിറ്റ് അങ്ങനെ. എന്നാലും പാവൻ ചിരിച്ചുകൊണ്ടെല്ലാം വാങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ, നല്ല ചിരിയാണ്, അത് പ്രത്യേകം പറയണം. പിന്നെ വെച്ചാൽ അങ്ങനെ ഫ്ലവറൊക്കെ വാങ്ങിക്കഴിഞ്ഞു. അതെല്ലാം കഴിഞ്ഞിട്ട് ഇല്ല പരിപാടി മൊത്തം നമ്മൾ സ്റ്റേജിലാണ് കേട്ടോ. അപ്പോൾ നേരെതാ ഇനി പിന്നെ അടുത്തേക്ക് പോകുന്നതാണ്. പിന്നെ നമ്മളെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് ചെയ്യേണ്ടതെന്നുള്ളത് ജസ്റ്റ് എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റ് ആവും. പിന്നെ എല്ലാവരും കൂടിയിട്ട് സ്റ്റേജിലേക്ക് പോലായി. ഏച്ചി അവിടെ സ്റ്റേജിൽ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പം അങ്ങനെ ഏച്ചീൻ്റെ അടുത്തേക്ക് ഏട്ടനും പോകുന്നുണ്ട്. പിന്നെ ഇനി അവരെ കുറച്ച് ഒന്നിച്ചുള്ള ഫോട്ടോസ് സെക്ഷനും കാര്യങ്ങളൊക്കെ ആണ് ഫ്രണ്ട്സും ഫാമിലി ആയിട്ടും ഒക്കെ ഉള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ വിചാരിച്ചു പിന്നെ ഫുഡിൻ്റെ സെക്ഷനിൽ അത്യാവശ്യം തിരക്കുണ്ടെങ്കിൽ നല്ല വിശപ്പുണ്ടായിന്. അപ്പോൾ അവരെന്തായാലും ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഫുഡ് കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ പന്തലിലേക്ക് പോയിട്ടാണ്. അപ്പോൾ കാണണമെങ്കിൽ വലിയ തിരക്കൊന്നുമില്ല, അതുകൊണ്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ടായിന്. കാരണം ഓൾറെഡി വന്നവരെല്ലാം നേരത്തെ ഇരുന്നു എന്നാണ് തോന്നുന്നത്, നേരത്തെ ഫുഡ് കൊടുക്കാൻ തുടങ്ങിയോണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് സീറ്റൊക്കെ ഉണ്ടായിന്, അതുകൊണ്ട് വേഗം പോയിട്ട് ഇരുന്നു. അങ്ങനെ നല്ല നെയ്ച്ചോറും ചിക്കൻ കറിയും സാലഡും അച്ചാറൊക്കെ അതിനൂട്ടാ, നല്ല ടേസ്റ്റ് ഉണ്ടായിനെല്ലാം. അപ്പോൾ ആടെ സ്റ്റേജ് പരിപാടിയൊക്കെ നടന്നുകൊണ്ടുണ്ട്, ഫോട്ടോ സെക്ഷനാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഭയങ്കരമായിട്ട് നല്ല വെടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. അതൊക്കെ ഇപ്പുറം നിന്നിട്ട് കാണാനായിട്ട് പറ്റിയാനൊക്കെ, കാരണം അപ്പുറം നിൽക്കുമ്പോൾ വലിയ രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിതാ കുറച്ച് ഇപ്പുറം സൈഡിലായിട്ട് വന്ന് നിൽക്കുമ്പോൾ നല്ല ഭംഗിയിൽ ആ ഒരു വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പക്ഷേ വീഡിയോയിൽ ഈ ഒരു ലൈറ്റിംഗ് ഒക്കെ അടിക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ക്ലാരിറ്റി പോകുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷെ നേരിട്ട് നല്ല രസമുണ്ടായിന്. അങ്ങനെ അവർ രണ്ടാളെയും ഫോട്ടോ സെക്ഷനെല്ലാം കഴിഞ്ഞു. എന്നിട്ട് പിന്നെ കേക്ക് കട്ടിങ് ആണ്. അപ്പോൾ ഇവർ രണ്ടാളും ഫേസിൽ കാണുന്ന പോലെ തന്നെ സന്തോഷം എല്ലാവർക്കും ഉണ്ടായിന്. കാരണം ഒരു 6 ഇയേഴ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പായിരുന്നു. അപ്പോൾ ഈ ഒരു ഡേ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രീം പോലെ തന്നെ നമുക്ക് നല്ലൊരു ഹാപ്പിനെസ് തരുന്ന കാര്യമാണ്.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരുടെ ഫേസിൽ ആ ഒരു ഹാപ്പിനെസ് കാണാനായിട്ടുണ്ടായിന്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും സൈഡിലായിട്ട് ഇവിടെ മറ്റ് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിന്. അപ്പം ഞാനത് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ പോലെ അത്ര ക്ലാരിറ്റി ഉള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ലൈറ്റ് ഫോണിൽ ഡയറക്റ്റ് ക്യാമറയിലേക്ക് അടിക്കുമ്പോൾ എന്തോ ഒരു ഡിം സീന് വരുന്നുണ്ട്. പിന്നെ സ്റ്റേജിൽ കാണുന്ന ആരുടെ യെല്ലോ ഡ്രസ്സ് ചേച്ചിയുടെ കൂടെ പഠിച്ചവരാണല്ലോ. അപ്പോൾ അവരായിരുന്നു നമുക്ക് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിരുന്നത്. പിന്നെ ഇനിയാണ് നമ്മൾ മെയിൻ പരിപാടി എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു മൊമെൻറ്റ്. അതായത് ഡാൻസൊക്കെ കുറേ പഠിച്ചിട്ടെല്ലാം ഉണ്ടായി നമ്മളെ പിള്ളേരെല്ലാം. അപ്പോൾ അവരതൊക്കെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ചേച്ചീൻ്റെ ഫ്രണ്ട്സും ഒക്കെ പഠിച്ചവരുണ്ട്. അവരും ഡാൻസൊക്കെ സെറ്റ് ചെയ്തിട്ടായിരുന്നു വന്നത്. അപ്പോൾ അവരെ പരിപാടിയും പിന്നെ എൻ്റെ പാട്ടൊക്കെ ഉണ്ടായിന്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇല്ല എടുക്കാൻ പറ്റിയിട്ടാണ്. പിന്നെ ചേച്ചിയും കൂടിയിട്ട് അങ്ങനെ ഗ്രൂപ്പ് ഡാൻസും കസിൻസിൻ്റെ കൂടെ ഒക്കെ കളിച്ചിന്. അപ്പോൾ അതൊക്കെയാണ് സ്റ്റേജ് പരിപാടിയൊക്കെ അങ്ങനെ ഒരുവിധം കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്കിതാ നമ്മളെ വീട്ടിൻ്റെ അടുത്ത് നില പരിപാടിയാണ്. വീട്ടിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കുറച്ച് DJയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ DJ തുടങ്ങാനായിട്ട് എല്ലാവരും ഫ്രണ്ടിലേക്ക് എത്തി. ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ ഈ ഒരു കളറ് വരുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. എന്തെന്ന് പറയില്ലെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ നോക്കിയിട്ടാകുമ്പോൾ മനസ്സിലാവും. എന്തായാലും അത് എല്ലാവർക്കും ഇഷ്ടമായിന്. നല്ല കളർഫുള്ളായിട്ടുണ്ടായിരുന്നു. ആ ഒരു ലൈറ്റിങ്ങും കാര്യത്തിൻ്റെ ഒക്കെ ഈ ഒരു സംഭവം കൂടി DJയിൽ ഇൻക്ലൂഡഡ് ആയിട്ടാകുമ്പോൾ നല്ല രസം ഉണ്ടായി. നേരിട്ടിട്ടായാലും വീഡിയോയിലായാലും അത്രയും കളർഫുള്ളായിരുന്നു ഓരോ മൊമെൻറ്റ്സും. പിന്നെ അങ്ങനെ പാട്ടൊക്കെ വെച്ചിട്ട് മൊത്തം കൂട്ടത്തുള്ളലായിരുന്നു. അപ്പോൾ എല്ലാവരും ഫ്രണ്ട്സും ഫാമിലിയും അങ്ങനെ ഒന്നും കമ്പാരിസൺ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒത്തു ചേർന്നിട്ട് ഫുള്ള് ഡാൻസും കാര്യമെല്ലാം. ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാനില്ല. കാരണം എനിക്കും കൂടി ഡാൻസ് കളിക്കണം എന്നുണ്ട് പാട്ടെല്ലാം കേൾക്കുമ്പോൾ. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ ഞാൻ എടുത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബാക്കി നാളത്തെ വിശേഷം വേറൊരു വ്ളോഗിൽ ചെയ്യുന്നതായിരിക്കും.